വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ ഒറ്റ മൈൻഡിൽ യാത്ര ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക പേരും. അങ്ങനെ ഞാനും ഇറങ്ങി. കിട്ടിയ ട്രെയിൻ മധുരയ്ക്കായിരുന്നു. മധുരയ്ക്ക് കയറിയതും ട്രെയിൻ എത്തിയത് മധുരൈ സ്റ്റേഷനിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെ മനമധുരൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇനിയിപ്പോൾ 2 മണിക്കൂറുണ്ട് മധുരയ്ക്കുള്ള ട്രെയിൻ വരാൻ. അപ്പോൾ ഈ സ്റ്റേഷനിൽ തന്നെ ഒന്ന് ഫ്രഷായി നേരെ തൊട്ടടുത്ത് കണ്ട ഹോട്ടലിൽ പോയി നാടൻ ചോറ് കഴിച്ചു. അങ്ങനെ ഫൈനലി നമ്മുടെ പ്രശസ്തമായ മീനാക്ഷി അമ്മൻ കോവിലെത്തി. നല്ല അടിപൊളി അന്തരീക്ഷമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി എല്ലാം കണ്ടു. പക്ഷേ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മൊബൈൽ അലൗഡ് അല്ല. അതുകൊണ്ട് പുറമേ നിന്നുള്ള വിഷ്വൽസാണ് ഈ കാണിക്കുന്നത്. പാദരക്ഷകൾ ഫ്രീ ആയും മൊബൈൽ ഒരെണ്ണത്തിന് 5 രൂപയായും അവിടെ ലോക്കർ സൗകര്യമുണ്ട്, അവിടെ ഏൽപ്പിക്കണം ഉള്ളിൽ കയറുന്ന സമയത്ത്. പിന്നെ മധുരയിൽ പോയി കഴിഞ്ഞ് ഒഴിവാക്കാൻ പറ്റാത്തതാണല്ലോ ജിഗർദണ്ഡ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് ജിഗർദണ്ഡയും കഴിച്ചു. ഈ ഷോപ്പ് വരുന്നത് ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് ഗേറ്റിൻ്റെ തൊട്ടടുത്താണ്. ഇതിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷേ അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആവുമല്ലോ. പിന്നെ പിടുത്തം വിട്ട ചൂടാണല്ലോ, അതുകൊണ്ട് നല്ലൊരു തണുത്ത വെള്ളം കുടിക്കാൻ പറ്റിയെന്ന് മാത്രം. പിന്നെ നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് മാത്രം കുടിച്ചിട്ട് ഒരു സാധനത്തിന് വിലയിരുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് വേറൊരു ഷോപ്പിൽ കയറി ഒരെണ്ണം കൂടെ കുടിച്ചു നോക്കി. പക്ഷേ അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതായിരുന്നു ബെസ്റ്റ്. അങ്ങനെ നമ്മുടെ ജിഗർദണ്ഡൊക്കെ കുടിച്ച് തണുപ്പിച്ച ശേഷം നേരെ വിട്ടത് തിരുമലൈ നായ്ക്കർ പാലസിലോട്ടാണ്. പക്ഷെ അവിടെയും പണിപാളി. അവിടെ എത്തിയപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞിരുന്നു. 5 മണിക്ക് പാലസ് ക്ലോസ് ചെയ്തിരുന്നു. അങ്ങനെ ഓൺലൈനിൽ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് 7 മണിക്ക് അവിടെ ലൈറ്റ് ഷോ ഉണ്ട് എന്നാണ്. അപ്പോൾ അതും പ്രതീക്ഷിച്ച് അവിടെ ഇരുന്ന് 6:30 സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് പറഞ്ഞു ലൈറ്റ് ഷോ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് മധുരൈ മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ ഒരു മട്ടൻ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചൊരു ഹോട്ടലിൽ കയറി നോക്കിയപ്പോൾ അത് അതിനേക്കാൾ വലിയ പണിപാളലായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, 2 ബൺ പൊറോട്ട വാങ്ങിച്ചു. അതിൻ്റെ കൂടെ അവിടുത്തെ നല്ല ഗ്രേവി കിട്ടി, അത് മുതലായി. ആ ബൺ പൊറോട്ടയും അതിലേക്ക് ആ ഗ്രേവി ഒഴിച്ച് കഴിച്ചത് മാത്രമാണ് ഈ യാത്രയിൽ. അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയത്. ബാക്കി എല്ലാ പണിപാളിലായിരുന്നു.